ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക്. And today, together we will take you to this meaningful celebration that brings together learning, reflection, and inspiration. Let us begin our day with a prayer that touches our hearts and brings harmony to our surroundings. I now invite the school choir for the prayer song. Good afternoon, students, and good afternoon, everybody who are gathered here. You know, today is the World Environment Day, and we have the official inauguration of our World Environment Day of our school today. So, first of all, without any much delay, and first of all, I have to heartily welcome our dear director, our Dr. G. Abraham Palotil, to this Environment Day celebration of our school. വേഷത്തിന്റെ അരങ്ങേറ്റം തേക്കും കോപ്പുമിണങ്ങിയൊരസ് ചോപ്പൻ താടിതാ മുന്നിൽ ഇപ്പുതു നട്ടുവനാരാവോ. ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞാലും കൈയിടിക്കത്തില്ല നാമൊക്കെ. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആ പരിസ്ഥിതി ദിനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകൃതി നമ്മുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയാൽ ഈ പ്രകൃതിക്ക് ഒരുപാട് ദോഷം നാം ഓരോരുത്തരും വരുന്നു. അമിതമായ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ലഘൂകരിച്ച് മോക്ക് തന്നെ മമ്മട്ടിയൊക്കെ എടുത്ത് വിളച്ചു വെക്കാൻ പറ്റും. അച്ഛനമ്മയ്ക്ക് ഇഷ്ടമാണ് മരമൊക്കെ. ഈ ഇരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവരും അവരുടെ അച്ഛനമ്മയ്ക്ക് ഇഷ്ടമാണ്. നമുക്ക് അവരുടെ രക്ഷത്തെ കൊണ്ട് വരണല്ലേ. അപ്പൊ രക്ഷ എല്ലാവരുടെയും പ്രതീകമായിട്ടാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് രക്ഷ. ഈ കോശി ജോൺ സാറിന്റെ കയ്യിൽ നിന്ന് ഈ മരം ഇതു ദേവി ഭൂമി തൻ ചൂട. ഒരു വർഷം ഈ ദിവസങ്ങളൊന്നും തികയുന്നില്ല. ഒരു പ്രത്യേകത, നമ്മൾ ആ ദിവസം മാത്രമേ ഇതൊക്കെ ഓർമ്മൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതങ്ങനെ മറക്കുക. മദേഴ്സ് ഡേ ഉണ്ട്. അപ്പൊ അന്നായിരിക്കും അമ്മ പറയുമ്പോഴായിരിക്കും ഓർക്കുന്നത് ഇന്ന് മദേഴ്സ് ഡേ ആണ്. അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയെ കൊടുക്കും, പിന്നെ വെട്ടു. അമ്മ എടുത്തിപ്പിക്കുന്ന വഴക്ക് കൂടിയ അതുകൊണ്ട് അതിന് പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ഈ ദിനങ്ങളൊക്കെ ആചരിക്കുന്നത് അന്നേരം ആചരിച്ച് ഫേസ്ബുക്കിലോ എന്താ പറയുന്ന ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടി മാത്രമല്ല, അതനുസരിച്ച് നമ്മുടെ ഓർക്കുകയും പ്രവർത്തിക്കുകയും വേണം. And yet, in a rush for convenience, we chop her head, wrap her in plastic, and silence completely. So my question is this the legacy we wish to leave behind as the citizens of this Mother Earth? എന്താ കുറച്ച് പണം വേണം. ഞാൻ കൂട്ടുകാരെ ബസ്സാറിൽ പോകുന്നുണ്ട്. പോയി വരുമ്പോൾ ഏകദേശം പണം വേണം. തേങ്ങ പൈസ മേടിച്ചു തരുമോ? ഇല്ല. എന്നാ ഞാൻ വാങ്ങിച്ചോളാം. കേൾക്കണോ? തേങ്ങാക്കാരന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി. തേങ്ങയ്ക്ക് ഇപ്പൊ എന്താ വില? തേങ്ങയ്ക്ക് വില കൂടിയാണോ കുടുംബ? അതല്ല, കൂട്ടുകാരെ ഞാൻ ഒരുപാട് കടകളിൽ ഏകദേശം ചോദിച്ചു. കടക്കാർ ചിരിക്കുക. ഞാൻ പോയിട്ട് മനസ്സിലായില്ല. അതില്ല. അവസാനം ഒരു കടക്കാരൻ പറഞ്ഞു, കടകളിൽ ഏകദേശം വിൽക്കാൻ അനുവാദമില്ലെന്ന്. വേണമെങ്കിൽ ഗവൺമെന്റിൽ ഒരു അപേക്ഷ നൽകണമെന്ന്. അപേക്ഷിച്ചാലും കിട്ടാൻ പ്രയാസമാണ്. ഓ, മല്ലൂസ് ഗവൺമെന്റ് ഇവിടെ മാത്രം പരിഗണിക്കുന്നു. അതൊക്കെ ഈ ഏകദേശം എവിടെ കിട്ടി? 1 ലക്ഷം പേരെ കൊല്ലാവുന്ന അത്രയും ഉണ്ടല്ലോ ഇത്. ഇതെന്റെ കൂട്ടുകാരുടെ ഭർത്താവിന്റെ ഓഫീസിൽ അദ്ദേഹം എനിക്ക് സൗജന്യമായി തന്നതാണ്. എങ്കിൽ കൊല്ലം ഈ കൊല്ലം ലക്ഷത്തിൽ
നോക്കുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Thus, we have come to the end of today's program. It is my privilege to propose a vote of thanks to all those who are gathered here. First and foremost, I would like to extend my heartfelt gratitude to our founder and director, Father Dr. G. Abraham Kalokar, for his guidance and leadership. Thank you, Father. It's a privilege to have the presence of Sri Koshi Kong, the Building Conservator, for enlightening our students with your inspired thought. Thank you, sir. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു,